വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല. നിബന്ധനകൾ വെക്കാൻ പാടില്ല. വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, ഇത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വാദം തെറ്റാണ്. ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗ് എടുത്തില്ല. അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം. അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല. ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. പരസ്യ പ്രസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മുനമ്പം ഭൂമി വിഷയത്തിൽ UDF-ൽ കനത്ത അഭിപ്രായ ഭിന്നത. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന VD സതീശന്റെ നിലപാട് തള്ളി ലീഗിലെ പ്രബല വിഭാഗം രംഗത്തെത്തി. വഖഫ് ഭൂമി തന്നെയെന്ന് KM ഷാജി നിലപാടെടുത്തതിനെ പിന്തുണച്ച് ET മുഹമ്മദ് ബഷീർ രംഗത്ത് വന്നതോടെ മുസ്ലിം ലീഗ് പരസ്യ പ്രസ്താവനകൾ വിലക്കി. സാമൂഹ്യ സൗഹാർദ്ദത്തിന് കോട്ടം വരുന്ന ഒന്നും ലീഗിൽ നിന്നുണ്ടാകില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീ V വസീഫ് CPM, ശ്രീ അനൂപ് VR കോൺഗ്രസ്, ഫാദർ ഫിലിപ്പ് കവീൽ കത്തോലിക്ക കോൺഗ്രസ്, ശ്രീ മുഹമ്മദ് അലി കിനാലൂർ AP സമസ്ത വിഭാഗം, ശ്രീ മുസ്തഫ മുണ്ടുവാറ EK വിഭാഗം SYS സംസ്ഥാന സെക്രട്ടറി എന്നിവർ. ആദ്യം ശ്രീ അനൂപ് VR, 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണിത് എന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ UDF-ൽ ഇപ്പോൾ 10 അഭിപ്രായമാണ്. ഇത് പതിറ്റാണ്ടുകൾ നീണ്ട നിയമപോരാട്ടം നടക്കുന്ന വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് എന്നിരിക്കെ ഗിമ്മിക്കുകളിലൂടെ അപക്വമായ നിലപാടെടുക്കാൻ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു തർക്കം മുന്നണിയിലുണ്ടായത്? അഭിലാഷെ, ആദ്യമേ അങ്ങയോട് പറയട്ടെ, ഇത് UDF-ലെ ഒരു പ്രശ്നമായി നിങ്ങളതിനെ ലഘൂകരിച്ച് കാണരുത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നൊരു വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം അത് പ്രസക്തമാണ് എന്നതുപോലെ തന്നെ ഏറെ പ്രസക്തമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ സ്ഥലം. ശബരിമല സന്നിധാനത്ത് നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയെപ്പോലും ഒരു വഖഫ് വിരുദ്ധതയുടെ കേന്ദ്രമാക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുകയാണ്. കമ്പളക്കാട് വെച്ച് നടന്ന BJP-യുടെ ഇലക്ഷൻ കൺവെൻഷനിൽ ഗോപാലകൃഷ്ണനെ പോലെ BJP-യുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയ ഒരു മനുഷ്യൻ പറയുന്നത് ശബരിമലയിൽ വാവരുള്ളത് കൊണ്ട് അത് നാളെ വഖഫ് ഭൂമിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ശബരിമലയെപ്പോലും ഈ നാട്ടിലെ സാമാന്യ ജനവിഭാഗങ്ങളെ മൊത്തം മതഭേദമന്യേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വഖഫിനെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിനകത്ത് വരുന്നൊരു ചെറിയ വാചകം പോലും അത് കട്ട് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്ത് അത്തരം പ്രചരണങ്ങൾ നടത്താം എന്നുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങേയറ്റം സംയമനത്തോടു കൂടി അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. അല്ല, ആ അവധാനത നിങ്ങളുടെ നേതാക്കൾ കാണിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പാണ് UDF അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ കുറ്റം പറയാനുള്ള വ്യഗ്രതയിൽ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിയതുകൊണ്ടാണല്ലോ. ഇപ്പൊ മുസ്ലിം ലീഗിൽ ഒരു നേതാവല്ല, പ്രബലരായ നേതാക്കൾ KM ഷാജി, MK മുനീർ, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, KPA മജീദിനും അതേ നിലപാടാണ്. UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിൽ ഒരു പറ്റം നേതാക്കൾ വളരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുകയാണ്. അവരെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക് ആ നിലപാടുണ്ട്. ഒപ്പം സാമൂഹ്യ സൗഹാർദ്ദത്തിനാണ് നമ്മൾ മുഖ്യ പരിഗണന കൊടുക്കേണ്ടതെന്ന കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുടെ നിലപാടുകളുണ്ട്. അപ്പോൾ ഇതിനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, അതിൻ്റെ തലേന്നും മൂട്ടിലും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല, ഇത്ര സിമ്പിൾ അല്ലേ എന്നൊക്കെ പറയാൻ പോകുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ല, അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താ? പൊതുവിൽ VD സതീശനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ എന്താ? അദ്ദേഹം വളരെ ആർഗ്യുമെൻറ്റേറ്റീവായി താർക്കികനായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനയോട് പ്രതികരിച്ച രീതി അദ്ദേഹം ഒരു സംവാദത്തിനില്ല, അദ്ദേഹം അതിൽ തർക്കിക്കാനില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് ഉയർത്തുന്ന സ്പിരിറ്റിനെ അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിനകത്ത് തുടക്കം മുതൽ മുസ്ലിം ലീഗ് എടുത്ത ഒരു നിലപാടുണ്ട്. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ എടുത്ത ഒരു അങ്ങേയറ്റം മാതൃകാ
മാതൃകാപരമായ നിലപാടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന കോഴിക്കോട് വെച്ച് നടന്ന മീറ്റിങ്ങിൽ കേരളത്തിലെ സുന്നി സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്, മുജാഹിദ് സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തിട്ടുണ്ട്. ഈ വിവാദത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ മറ്റൊരു സമുദായ സംഘടനയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ചെയ്യാത്ത തരത്തിൽ അങ്ങേയറ്റം മാതൃകാപരമായ സഹിഷ്ണുതാപരമായ നിലപാടെടുത്ത് അവിടുത്തെ കുടിയേറ്റക്കാർ കുടിയിറക്കപ്പെടാൻ പാടില്ല, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ അങ്ങേയറ്റം മാതൃകാപരമായ നിലപാടെടുത്തൊരു സംഘടനയല്ലേ കേരളം. അത് മാത്രമല്ല, അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർപ്പാപ്പയെ കൂടി കാണുന്നു. അത് ഇതിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി അതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? കേരളത്തിൽ അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് ഉണ്ടായിക്കൂടാ എന്ന് മാത്രമല്ല, മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നുള്ള സതുദ്ദേശപരമായ നിലപാടാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനെയും വഖഫ് ബില്ലിനെയും രണ്ടായി കാണണം. കോൺഗ്രസ് വഖഫ് ബില്ല് നടപ്പിലാക്കപ്പെടുന്ന നിലപാടുള്ളതാ. അന്ന് KC വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, അദ്ദേഹം ക്ലാസിക്കലായി നടത്തിയ ആ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാ. അദ്ദേഹം ഒരു ഗുരുവായൂർ അമ്പല വിശ്വാസിയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് അവകാശം, അതുപോലെ വഖഫ് ബോർഡിന്റെ പാവനത സംരക്ഷിക്കണമെന്ന് നിലപാടെടുത്തതാ. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. മുനമ്പത്തെ താമസക്കാരിൽ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണം. അതേസമയം ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു ഇതിൽ വിധി പറയാൻ ഞാനൊരു മതപണ്ഡിതനല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഫാദർ ഫിലിപ്പ് കവിയിൽ മുൻപ് പറഞ്ഞ ഒരു ഡയലോഗ് 1.5 വർഷം കാത്തു നിന്നാൽ ഭരണം മാറും, ഞങ്ങളെ കൊണ്ട് അനായാസം പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് എന്നുള്ളതാണ്. ഇപ്പൊ UDFന്റെ പല നിലപാടുകൾ, പല അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ UDFന് അനായാസം പരിഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പരിഹാര നിർദ്ദേശം വെക്കാൻ കഴിയുന്ന ഒരു വിഷയമാണിത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? UDFന്റെ പൊതു നിലപാടുകളിൽ മാറ്റങ്ങൾ വരുന്നത് ദുഃഖകരമാണ്. കാരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് വഖഫ് സ്വത്തല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ UDFന്റെ തന്നെ ഭാഗമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, മുസ്ലിം ലീഗിലെ സമുന്നതരായ നേതാക്കൾ, അതായത് ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ശിഹാബ് തങ്ങൾ, പിന്നെ ബഹുമാന്യനായ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അവരൊക്കെ അത് കൃത്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടെ ഇത് കൂടുതൽ കലുഷിതമാക്കാതെ മാന്യമായി ഇടപെടുകയും ഒരു നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ 2 പേര് അതിനെതിരായി പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇടയിലെ ഭിന്നതയാണ് അത് കാണിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയല്ല. ഇപ്പം ഈ സ്വത്ത് വഖഫ് സ്വത്തല്ല എന്ന് ഇതിനോടകം പലരും വ്യക്തമാക്കിയതാണ്, രേഖകളും തെളിയിക്കുന്നതാണ്. സത്യത്തിൽ ഈ 50-ലെ ആ പ്രമാണം എടുത്ത് ശരിക്കും പഠിക്കുക. ആ പ്രമാണം എടുത്ത് പഠിച്ചിട്ട് ഈ വഖഫിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധുതകളെക്കുറിച്ചും അറിയാവുന്ന മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അത് പഠിച്ചിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അത് പഠിക്കാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമുന്നതനായ നേതാവായ ശിഹാബ് തങ്ങൾ അങ്ങ് പഠിക്കാതെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വികാരഭരിതരായി ഇപ്പോൾ ശ്രീ ഷാജിയും അതുപോലെ മറ്റ് ഉള്ളവരും പറയുന്നത് ഒരു വിഭാഗീയതയാണ് കാണിക്കുന്നത്. ഈ നാട്ടിൽ സമുദായം തമ്മിൽ സ്പർദ്ധയുണ്ടാകാതെ സമുദായങ്ങൾ തമ്മിൽ ഐക്യത്തിൽ പോകണം. ഈ വഖഫിൻ്റെ സ്വത്ത് ഇവിടെ ആരും അവകാശപ്പെടുന്നില്ല. വഖഫിൻ്റെ സ്വത്ത് വഖഫിൻ്റേത് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ മുനമ്പത്തെ സ്വത്ത് വഖഫിൻ്റെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. കാരണം അത് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖകൾ നമ്മൾ കൃത്യം പഠിച്ചാൽ അത് മനസ്സിലാകുന്നില്ല. നമ്മൾ വെറുതെ തറിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് ഇത് വഖഫിൻ്റേതാണ് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ അങ്ങനെ വരികയല്ല. അങ്ങനെ പറയുന്നത് ഞാൻ പറയും ഒരു തീവ്രവാദ നിലപാടാണ്. അതിൻ്റെ കാര്യകാരണ സഹിതം ആ രേഖ പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇത് വഖഫിൻ്റേതല്ല, എന്തുകൊണ്ട് ഇത് വഖഫിൻ്റെ ആണെന്ന് പറയുകയാണ്, അതിനുള്ള കാരണം വെളിപ്പെടുത്തണം. അത് ചെയ്യാതെ സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന നിലപാട് ശരിയല്ല. മുനമ്പത്തെ സ്ഥലം അവരുടെ സ്വന്തമാണ്, അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. വഖഫിൻ്റെ സ്ഥലം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുകയെന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് തന്നെ അറിയാം. കാരണം അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. ഈ ശരീഅത്ത് നിയമം അനുസരിച്ചും അതിനെപ്പറ്റി കൂടുതൽ അവരാണ് പറയേണ്ടത്. ആ നിയമം അനുസരിച്ച് ഇത് വഖഫിൻ്റെതല്ല എന്ന് പലവരും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെയും അത് വഖഫിൻ്റെതാണ് എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ അകത്തൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. അവർക്കാണ് ഇതെപ്പോഴും വർഗീയവൽക്കരിക്കാനൊക്കെ ഉള്ളൊരു ശ്രമമുള്ളത്. ഉദാഹരണത്തിന് ആ മന്ത്രി പറഞ്ഞത് എന്തുമാത്രം നിരുത്തരവാദിത്വപരമായൊരു നിലപാടായിരുന്നു അന്ന്
ക്രൈസ്തവ പുരോഹിതന്മാരെല്ലാം വർഗീയവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ ഇറക്കുന്നവർ ആ മന്ത്രിയായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണെങ്കിലും മതത്തിൻ്റെ ആളുകളാണെങ്കിലും അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഇതിനെ നമ്മൾ വളരെ കൃത്യമായി നിലപാടുകൾ എടുക്കേണ്ടതാണ്, കൃത്യമായി പഠിക്കേണ്ടതാണ്. ഈ 50-ലെ ആ പ്രമാണം കൃത്യം പഠിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട സഹോദരന്മാർ. അത് മാത്രമല്ല, ഈ മുനമ്പത്തെ ആളുകൾക്ക് അവകാശമാണ്, അവർക്കുള്ള അവതാരിയല്ല അത്. അവരുടെ അവകാശം ഏതറ്റം വരെ പോയാലും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പൊതുസമൂഹം അവരുടെ കൂടെ. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ശ്രീ വി വസീഫ്, സർക്കാർ ഇടപെട്ടു, ഒരു കമ്മീഷനെ വെച്ചു, ഈ കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്, പാർട്ടികൾക്കെല്ലാം ആ കാര്യത്തിൽ എഗ്രിമെന്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. സമയബന്ധിതമായി ഇക്കാര്യത്തിലൊരു ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉയരുന്ന വ്യത്യസ്തങ്ങളായ അവകാശവാദങ്ങളെ സർക്കാരിന്റെ പക്ഷത്ത് നിന്ന് എങ്ങനെയാണ് കാണുന്നത്? CPM എങ്ങനെയാണ് കാണുന്നത്? അഭിലാഷ്, ഇവിടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രയാസം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു വെറും ഡയലോഗ് സതീശനായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏത് വിഷയമുണ്ടായാലും അതിൻ്റെ പ്രസക്തിയോ അതിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ വസ്തുതകളോ പരിശോധിക്കാതെ അങ്ങ് തള്ളിവിടുക, അങ്ങ് അടിച്ചു വിടുക കാര്യങ്ങൾ. ഒരു സാധാരണ KM ഷാജിയെ പോലെ വർത്തമാനം പറയേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ്? അല്ലല്ലോ. കാര്യങ്ങളെ മനസ്സിലാക്കി പറഞ്ഞാൽ പോരെ? അതും അവിടെ ചെന്ന് എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയല്ലല്ലോ നടത്തേണ്ടത്. അവിടെ ഗവൺമെൻറ് വളരെ കൃത്യമായി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ രാമേന്ദ്രൻ നായരെയൊക്കെ നിയമിച്ചു, അതിലെ പരിശോധന നടക്കട്ടെ. ആ രീതിയിൽ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ചിട്ടല്ലേ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ രീതിയിൽ ഒരു നിലപാടിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇരു വിഭാഗത്തെയും യോജിപ്പിക്കുന്ന നിലപാടെടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരെ വിളിച്ചിരുത്തേണ്ടതുണ്ടോ, അപ്പോഴൊക്കെ അല്ലേ സംസാരിക്കേണ്ടത്. എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പോകുന്നത്? ഇവിടെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു നിലപാടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒന്നും മിണ്ടുന്നില്ല എന്നാ പറയുന്നത്. മുസ്ലിം ലീഗിന് മിണ്ടേണ്ടതില്ല എന്നുള്ളതാ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ മതത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംഘടനയല്ല. അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരവും സമ്പത്തും ഒക്കെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ അജണ്ട. അതിലെന്താ തർക്കം? അത് ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇവിടെ കേരളത്തിൽ എല്ലാവരും പറയുന്നതല്ലേ. അധികാരം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അധികാരം തുടർച്ചയായി ഇല്ലാതെയാകുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ആ മുസ്ലിം ലീഗ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ നേരത്തെ കാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കി, നമ്മൾ കണ്ടില്ലേ. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു ഈ സമസ്തയെ തന്നെ അടക്കി നിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുക, ഭീഷണിപ്പെടുത്തുക, ഒരു ഭാഗത്ത് അങ്ങനെ നടത്തുക. പിന്നെ വൈകാരികമായി ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്താൻ ഈ ഷാജിമാരെ പോലെയുള്ളവരെ അങ്ങ് ഇറക്കി വിടുക, ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇറക്കി വിടുന്നത് പോലെ ഷാജിമാരെ ഇറക്കി വിടുക. എന്നിട്ട് പറയാ ഷാജി പറയുന്നത് ഞങ്ങളുടേതല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന കുറെ ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ട് ഇവിടെ. ആ അന്തരീക്ഷത്തെ കുറിച്ച് കാണണ്ടേ? ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയാ ശബരിമല എന്താ ശബരിമലയെന്ന് ഞങ്ങളാരോ പറഞ്ഞു അദ്ദേഹത്തോട് ഇത് പറയണം എന്ന്. 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ശരിയാക്കിയാമെന്ന് കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ അതാ ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞത് ശബരിമലയിൽ നിന്നല്ല VD സതീശൻ. പിന്നെന്താ പറഞ്ഞത്? ഇത് വഖഫിൻ്റെതല്ല. അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ ആളല്ല എന്ന് ഇപ്പം പറയാം, ഞാൻ പണ്ഡിതനല്ല എന്ന്. ഇതൊന്നും അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലേ? അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഒരു അവധാനതയോടുകൂടി ഒരു കാര്യപ്രാപ്തിയോടുകൂടി നിലപാട് പറയുന്ന നേതൃത്വമായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മാറണം. അതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കൃത്യമായി എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇതിലൊരു തീർപ്പുണ്ടാക്കണം എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, മുസ്തഫ മുണ്ടുപാറ, VD സതീശൻ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടെടുത്തതല്ല. അദ്ദേഹം ആ നിലപാടെടുക്കുന്നതിന് മുൻപ് UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിയമകാര്യങ്ങൾ നോക്കുന്ന പ്രമുഖനായ വക്താവ്, എറണാകുളത്തെ ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അതുപോലെ തന്നെ കേരളത്തിലെ പരിണിതപ്രജ്ഞനായ നിയമജ്ഞൻ ജസ്റ്റിസ് കമാൽ പാഷ, ഇവരൊക്കെ സമാനമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വഖഫ് അല്ല, എന്തുകൊണ്ട് വഖഫ് ആകുന്നില്ല എന്നവർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കണ്ടീഷണലായ ഒരു ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫറൂഖ് കോളേജിന് വിൽപ്പനാധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് അന്യാധീനപ്പെടുന്ന ഘട്ടത്തിൽ തിരിച്ചെടുക്കാമെന്നൊരു പ്രൊവിഷൻ കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ 2 ഘടകങ്ങൾ കൊണ്ട് തന്നെ ഇത് വഖഫ് ചെയ്തതല്ല എന്ന് പറയാം എന്നും, ഒപ്പം ഇവിടെ സേട്ട് വഖഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ താമസക്കാരുണ്ടായിരുന്നു. അങ്ങനെ താമസക്കാരുള്ള ഒരു ഭൂമി വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ പരിണിതപ്രജ്ഞരായ നിയമജ്ഞർ, മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ആ സംവിധാനത്തിന്റെയും ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ എടുത്ത നിലപാട് കേട്ട് സതീശൻ സാമൂഹ്യ സൗഹാർദ്ദത്തിന് വേണ്ടി ഒരു നിലപാട് പറഞ്ഞു.
അതിനെ ഇപ്പോൾ ലീഗിലെ ഒരു വിഭാഗം തള്ളി പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ച് പറയേണ്ട ആള് ഞാനല്ല. അതിൽ മുസ്ലിം ലീഗിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് ഇന്നത്തെ ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യമാണ്. അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഔദ്യോഗികമായ സംവിധാനം അത് സംബന്ധമായി കണ്ടെത്തിയത് എന്ത് എന്നതാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്ന അവിടെയാണ്. അതായത് ഇത് 950 ഒരു കുടുംബം വഖഫ് ചെയ്ത ഭൂമിയാണ്, വഖഫ് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ ഇടക്കാലത്ത് 971 അവിടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യനായ പി ടി ചാക്കോ മന്ത്രിയായിരുന്ന സമയത്തുണ്ടായ നിയമസഭ രേഖകളിലുള്ള അത് ഉൾപ്പെടെ. അതിനുശേഷം പറവൂർ മുനിസിപ്പൽ കോടതി കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് ഹൈക്കോടതിയും വളരെ ക്രിസ്റ്റലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ തീരുമാനം അതാണ്, ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിൻ്റെ തീരുമാനം അതാണ്. എവിടെയെങ്കിലും അത് വഖഫ് ഭൂമി അല്ല എന്ന് ആധികാരികമായ ഒരു രേഖ തെളിയിക്കാൻ കഴിയില്ല. ആധികാരികമായി ഇവിടുത്തെ നിയമവ്യവസ്ഥ, ഇവിടുത്തെ ഭരണവ്യവസ്ഥ ഒക്കെ പലതവണ ആവർത്തിച്ച് ഇക്കാര്യം ബോധ്യപ്പെട്ടതാ. നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലും വളരെ കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 2022 ഡിസംബർ മാസം 12 ബഹുമാന്യനായ കേരള നിയമസഭയിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ നേതാവ് KPA മജീദ് നൽകിയ സബ്മിഷനിലും ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2022 കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് വഖഫ് ബോർഡിന് മുമ്പിൽ നടത്തിയ ഒരു ധർണാ സമരമുണ്ടായിരുന്നു. ആ സമരത്തിന്റെ താല്പര്യം ഈ വഖഫ് ഭൂമി, അവിടെയുള്ള വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്നതായിരുന്നു. ഇവിടെ വഖഫ് ഭൂമി അല്ല എന്നൊരു പദപ്രയോഗം ഒരിടത്തും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് VD സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ ഒരു ധാരണ ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. അല്ല, അതാണല്ലോ തെളിവ് കൊണ്ടുവരട്ടെ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. രണ്ട് പ്രമുഖരായ നിയമജ്ഞരുടെ അക്കാര്യത്തിലെ നിലപാട് മുസ്ലിം ലീഗ് പൊതുവായി സ്വീകരിച്ച, ഈ വിഷയം ഉണ്ടായതിനു ശേഷം സ്വീകരിച്ച നിലപാട് ശരിയാണ്. താങ്കൾ പറഞ്ഞത് KPA മജീദ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ലീഗിന്റെയും UDFന്റെയും നിലപാട്. പക്ഷേ അവിടെ സമരമുണ്ടായി, നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു വിഷയം വന്നു. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ എന്ന് കൂടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അത് ഒരു സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ നിലപാടാണ്. ആ നിലപാടല്ലേ VD സതീശൻ എക്കോ ചെയ്തത്? അല്ല, ഞാൻ അവിടേക്ക് വരാം. അത് ഞാൻ പറഞ്ഞ രണ്ടാം ഭാഗം. ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്, നിയമപരമായി ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് നിയമപരമായി വളരെ കൃത്യമായ ഇവിടുത്തെ തീരുമാനം ഉണ്ടായതാണ്. ഈ കോടതികളുടെ തീരുമാനം, അതുപോലെ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ തീരുമാനം, അതിനെ ലംഘിച്ചുകൊണ്ടുള്ളത് ഏതെങ്കിലും 1-2 വക്കീലന്മാർ ആ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അത് ആധികാരികമായ രേഖയാകുന്നില്ല. ഇവിടുത്തെ കോടതിയുടെ തീരുമാനം, തീർപ്പ് എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നതാണ്. രണ്ടാം പാർട്ടായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രണ്ടാമത്തെ പാർട്ടാണ്. അതായത് അവിടെ കുറേയേറെ സാധാരണക്കാരായ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടിയേറി താമസിച്ചിട്ടുണ്ട്. അത് സംഗതി ശരിയാണ്. ഇവിടെ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? ആ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നത് വളരെ കൃത്യമാണ്. അത് വഖഫ് ബോർഡിന്റെ നിയമത്തിലും അതുപോലെ തന്നെ മതനിയമത്തിലും കൃത്യമായി പറയുന്നതാണ് വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന്. വഖഫ് ഭൂമിയാണ് എന്ന് ഈ കോടതികളൊക്കെ കൃത്യമായി കണ്ടെത്തിയ, സർക്കാർ കണ്ടെത്തിയ, അതോടൊപ്പം തന്നെ കമ്മീഷൻ കണ്ടെത്തിയ ഈ കാര്യം, അത് എങ്ങനെ വഖഫിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് അത് വിൽപ്പന നടന്നു? ആരാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത്? അത് വിൽക്കാൻ പാടില്ല. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. അവിടെ അത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ആര്? അതിന്റെ ഉദ്യോഗസ്ഥന്മാരാര്? അതിന് പോക്കുവരവ് നടത്തേണ്ടതുണ്ട്. ആ പോക്കുവരവ് ചെയ്തു കൊടുത്ത വില്ലേജ് ഓഫീസിലായിരിക്കും. ആരാണ് വില്ലേജ് ഓഫീസർ ചെയ്തത്? ഇവിടുത്തെ സർക്കാരിന്റെ മിഷനറിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമതായിക്കൊണ്ട് ഈ വഖഫ് ഭൂമി വഖഫ് ചെയ്ത വിഭാഗം, അതായത് ആ കുടുംബം വഖഫ് ചെയ്തത് ഫറൂഖ് കോളേജിന്റെ പേരിലാണ് 400 ഏക്കർ ഭൂമി വഖഫ് ചെയ്തത്. ആ വഖഫ് ചെയ്ത ഭൂമി എന്തുകൊണ്ട് വിൽപ്പന നടത്തി? എങ്ങനെ അത് വിൽക്കാൻ കഴിഞ്ഞു? അത് ആരാണ് വിൽപ്പന നടത്തിയത്? ഫറൂഖ് കോളേജാണ്. ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് നമ്പർ 1 ഫറൂഖ് കോളേജ്,
രണ്ട്, ഇത് രജിസ്റ്റർ ചെയ്തു കൊടുത്ത രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ മൂന്നാമതായിക്കൊണ്ട് ഇതിന് വേണ്ട എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത, നേരത്തെ അതിന് വേണ്ട പവർ ഓഫ് അറ്റോർണിയൊക്കെ കൊടുത്ത ആളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലാണ് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്, അവിടെ പാവപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ഒരു കിടപ്പാടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയുക. ഇത് കേവലം ഏതെങ്കിലും 1-2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. അങ്ങനെ ഇത് കൊണ്ടുവരേണ്ട. അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിൽ കുറ്റവാളികളായ ആളുകളാണ്, ഈ തെറ്റ് ചെയ്ത ആളുകളാണ് ഇതൊരു പ്രശ്നമാകണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ മുസ്ലിം സംഘടനകൾ തന്നെ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കോഴിക്കോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് ഈ പറഞ്ഞ പാവപ്പെട്ട ആളുകളെ അവിടെ കുടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, വഖഫ് ഭൂമി ഒഴിപ്പിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിനവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് കിടപ്പാടം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞത്. ഈ രണ്ട് വശവും നമ്മൾ പരിശോധിക്കണം. വഖഫ് ഭൂമിയുടെ 1 സെന്റ് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. 2, പാവപ്പെട്ട ആളുകൾ, നിരപരാധികളായ ആളുകൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ആ വഞ്ചന നടത്തിയത് ഫറൂഖ് കോളേജും അതോടൊപ്പം തന്നെ ഈ സർക്കാർ മിഷനറിയുമാണ്. വഖഫ് ബോർഡ് നോക്കുകുത്തിയായി നിന്നിട്ടുണ്ട്. ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും വഖഫ് ബോർഡ് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോട് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കണമെന്നത് തന്നെയാണ്. പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് SYSന്റെ നിലപാടൊക്കെ വ്യക്തം. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്നിവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള ഇതിന്റെ ചരിത്രം. 2, നോക്കൂ, ആ ഭൂമിയിൽ കുടികിടപ്പായി താമസിച്ച് വന്നിരുന്ന ആളുകളുണ്ട്, നേരത്തെ തന്നെ താമസിച്ച് വന്നിരുന്ന ആളുകളുണ്ട്. ഒപ്പം ഇത് വിറ്റപ്പോ ഈ ഭൂമിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാതെ വാങ്ങിച്ച ആളുകളുണ്ട്. ഭാവിയിൽ നിയമപ്രശ്നം വരുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന ആളുകൾ നിരപരാധികളും നിഷ്കളങ്കരുമായ സാധാരണ മനുഷ്യരാണ് എന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണല്ലോ കോൺഗ്രസ് ആയാലും സർക്കാരായാലും ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്ത് നിലപാട് സംഘടനകൾക്ക് എടുക്കാൻ കഴിയും? അത് സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിലപാടല്ലേ അവിടെ സാധ്യമാവുകയുള്ളൂ. അതിനപ്പുറത്ത് ഇതൊരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നിരിക്കെ ഒരു വിവാദ വിഷയമാക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഒരു ഉൾപ്പോര് വന്നത് തന്നെ ശരിയായ ഒരു സന്ദേശം നൽകുന്നതാണോ? ജുഡീഷ്യൽ കമ്മീഷൻ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മുനമ്പത്ത് ആ ഭൂമി വഖഫല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുവോളം കാത്തിരിക്കട്ടെ എന്ന സാവകാശമുള്ള പക്വതയുള്ള നിലപാട് സ്വീകരിക്കാതിരുന്നത്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയമാണ് എന്ന്, ആ ജില്ലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് വഖഫാണോ എന്ന് തീരുമാനിക്കേണ്ടത് VD സതീശനോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോ ജസ്റ്റിസ് കമാൽ പാഷയോ അല്ല. മറിച്ച് അതിന് മതപരമായൊരു വശങ്ങളുണ്ട്, അതേസമയം തന്നെ രാജ്യത്തെ നിയമവും ഉണ്ട്. ഈ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ടാണ് ആ ഭൂമി വഖഫാണ് എന്ന് 3 ജുഡീഷ്യൽ സ്വഭാവങ്ങളിലുള്ള സ്ഥാപനങ്ങൾ അതിനെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ മുസ്തഫ മാഷ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 1 പറവൂർ കോടതിയാണ്, 2 അതിനെതിരെ ആയ ഹർജിയിൽ ഹൈക്കോടതിയാണ്, 3ാമത്തെ നിസാർ കമ്മീഷനാണ്. ഈ 3 സംവിധാനങ്ങളും തീർപ്പ് കൽപ്പിച്ചത് വഖഫ് ഭൂമിയാണ് എന്നാണ്. ആ വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റത്തിനൊപ്പം തന്നെ ചില ആളുകൾ ഭൂമി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയേണ്ടുന്ന ഒരു കാര്യം, അവിടെ 600-ലേറെ താമസക്കാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഹർജി പറവൂർ കോടതിയിൽ ഇതിനെതിരായ വഖഫ് ഭൂമി കയ്യേറ്റത്തിനെതിരായ ഹർജി സമർപ്പിക്കുന്ന സമയത്ത് അവിടെ കേവലം 20 താമസക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഹർജി പോകുന്നത് 1960-ലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വ്യാപകമായ കയ്യേറ്റങ്ങൾ അവിടെ നടക്കുന്നത്.
നമ്മളിപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സിന് പിറകെ പോവുകയാണോ വേണ്ടത്, രാജ്യത്തെ നിയമത്തിന് പിറകെ പോവുകയാണോ വേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഭൂമി, കൈവശമുള്ള ഒരു ഭൂമി, അത് 1 ഏക്കറോ 5 ഏക്കറോ ആവട്ടെ, ഈ ഭൂമി മറ്റൊരാൾ വ്യാജമായ അധികാരം ഉപയോഗിച്ച് മൂന്നാമതൊരാൾക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്താൽ യഥാർത്ഥ ഉടമ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത്? അയാൾ രണ്ടാമത്തെ ആൾ മധ്യസ്ഥനായി നിൽക്കുന്ന ആൾ ഇത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആൾ അന്യായമായ വഴികളിലൂടെ ഇത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉടമയ്ക്ക് അതിന്മേലുള്ള അവകാശം ഇല്ലാതാകുമോ? ആ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് സാമൂഹിക സൗഹൃദത്തിന് എതിരായി മാറുന്നത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തുന്നു. 1988 ഡിസംബർ 19 ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയാണ് ആ ഭൂമി വിൽപ്പന നടത്താൻ തീരുമാനിക്കുന്നത്. ആ മാനേജിംഗ് കമ്മിറ്റിക്ക് ആ വിൽപ്പന നടത്താൻ എങ്ങനെയാണ് അധികാരമുണ്ടാകുന്നത്? കാരണം മാനേജിംഗ് കമ്മിറ്റി അതിൻ്റെ ഉടമാവകാശമുള്ള ഒരു സംവിധാനമല്ല. വഖഫിൻ്റെ നിയമം നമുക്കറിയാവുന്നതാണ്. ഒരാൾ ഒരു ഭൂമി, ഒരു സ്വത്ത് വഖഫ് ചെയ്യുന്നതോടുകൂടി ആ വഖഫിൻ്റെ ഉടമാവകാശം ഇസ്ലാമിക വിധി പ്രകാരവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് ആക്ട് പ്രകാരവും ഉടമാവകാശം അള്ളാഹുവിലേക്ക് ചേരുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി ഏത് ആളുകളാണോ, അത് ഇന്ന മതക്കാരൊന്നുമില്ല, ഒരു പൊതു കിണർ ഇടിക്കുകയാണെങ്കിൽ ഏത് മതക്കാർക്ക് ഉപയോഗിക്കാം, പൊതു ഊട്ടുപുര ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് മതക്കാർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ ഉപകാരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. ഇതാണ് വഖഫ് നിയമത്തിലും മത നിയമത്തിലും പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് അവിടെ മുത്തവല്ലി സ്ഥാനമാണ്, അഥവാ മേൽനോട്ട സ്ഥാനമാണ് ഈ ഭൂമിയുടെ മേൽ അവർക്കുള്ളത്. ആ മേൽനോട്ട സ്ഥാനം വെച്ചുകൊണ്ട് അവർ 1988 ഡിസംബർ 19 തീരുമാനിക്കുകയാണ്. അന്നത്തെ അവരുടെ അഭിഭാഷകനെ പോളിനെ ചുമതലപ്പെടുത്തുകയാണ് ഈ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഭൂമി വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുറേ ആളുകളുടെ കയ്യിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ താമസക്കാരായ ആർക്കും വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടില്ല. അവിടെ ഭൂമി കയ്യേറിയ അല്ലെങ്കിൽ കൂടുതൽ ഭൂമി കയ്യേറിയ 12 റിസോർട്ട് ഉടമകൾക്കാണ് അവിടെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നോട്ടീസ് നൽകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. നിങ്ങളുടെ മേൽ ഇന്നാലിന്ന് ആരോപണമുണ്ട്, നിങ്ങൾക്ക് ഈ ഭൂമിക്ക് മേൽ അവകാശം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രേഖകളുമായി വരണം എന്ന് പറയുന്നു. അങ്ങനെ രേഖകളുമായി വരണം എന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ 12 റിസോർട്ട് ഉടമകളിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും വഖഫ് ബോർഡിന് മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസ് നൽകുമ്പോഴേക്ക് ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ചർച്ചയുണ്ടാകുന്നു, അവിടെ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു, ഇതുമായി ബന്ധപ്പെട്ട മതങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകുമോ എന്ന സെന്റിമെന്റ്സ് രൂപപ്പെട്ടു വരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നമൊന്നല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. ആരാണ് ഈ വഖഫ് ഭൂമി കൈമാറിയിട്ടുള്ളത്? അവർക്ക് എങ്ങനെയാണ് അധികാരം കിട്ടിയിട്ടുള്ളത്? ഇപ്പോഴും ഒരു ദുരൂഹമായിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെ തർക്കം നടക്കുമ്പോഴും വൈകുന്നേരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് ലീഗിൻ്റെ നിലപാട് വ്യക്തമാണ്, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നേരത്തെ എടുത്ത മുസ്ലിം സംഘടനകളുടെ ആ തെറ്റിദ്ധരിപ്പിക്കൽ കൂടി നീക്കേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മുസ്ലിം സംഘടനകൾ എടുത്ത തീരുമാനം എന്താണ്? അവിടെ ന്യായമായ വിധത്തിൽ പരിഹാരം കാണണം, സർക്കാർ പരിഹാരം കാണണം. അല്ലാതെ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാടിലേക്ക് മുസ്ലിം സംഘടനകൾ എത്തിയിട്ടേ ഇല്ല. അത് വഖഫ് ഭൂമിയാണ് എന്നത് രാജ്യത്തിൻ്റെ നിയമം വെച്ച് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കമൊന്നുമല്ല, അവിടെ സ്വത്ത് തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്വത്ത് തർക്കത്തെ മതവിഭാഗങ്ങൾക്കിടയിലെ തർക്കമാക്കി മാറ്റുന്നു. അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിലവിൽ വന്ന സ്ഥിതിക്ക് ആ റിപ്പോർട്ട് വരുവോളം കാത്തിരിക്കുകയോ ചെയ്യേണ്ടുന്നതിന് പകരം വളരെ തിടുക്കപ്പെട്ട് പ്രസ്താവനകൾ നടത്തുകയാണ്. ഞാനൊരു സംശയം കൂടി ഉന്നയിക്കുകയാണ്. ആ ഭൂമിയിൽ അനധികൃതമായ കയ്യേറ്റവും നിർമ്മാണങ്ങളും നടത്തിയവരിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികളുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണോ ഈ വളരെ ഷാർപ്പായ ക്രിറ്റിസിസമാണ് രണ്ട് വിഭാഗം സമസ്തകളിൽ നിന്നും ഉണ്ടാവുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഫാദർ ഫിലിപ്പ് കവീൽ, ഇവിടെ ഇപ്പോ വാദമുഖങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചതാണല്ലോ. നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ പരിശോധിച്ചാൽ ആധാരമനുസരിച്ച് ഇത് വഖഫ് ഭൂമിയാണ്, വഖഫായിട്ടാണ് ആധാരം ചെയ്തിരിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂ നടന്നപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഘട്ടത്തിൽ ഇതുവരെ വഖഫ് ഭൂമിയാണ് എന്ന തീർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ വേറൊരു നിലപാടെടുക്കാം, അല്ലെങ്കിൽ കോടതി ഒരുപക്ഷെ വേറെ നിലപാടെടുക്കാം. ആസ് ഓഫ് നൗ പക്ഷേ ജുഡീഷ്യൽ റിവ്യൂവിലും ആധാരമനുസരിച്ചും ഈ ഭൂമി വഖഫാണ്. അങ്ങനെ ഇരിക്കെ ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാവുക എന്നുള്ളത് നിർണായകമാണല്ലോ. ആ സമവായത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ലേ വൈകാരികമായി നിലപാടെടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ളത്? അഭിലാഷ് സാറേ, ഇതിനകത്ത് വൈകാരികമായ നിലപാടല്ല, സമവായത്തിന് പോയിട്ട് പിന്നാലെ പോവുകയല്ല. സത്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇത് വഖഫ് സ്ഥലം അല്ല എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്.
ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്, അദ്ദേഹം നിയമം അറിയാവുന്നയാളാണ്. അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയിലിരുന്ന് കൃത്യമായി പറഞ്ഞതാണ്, അതായത് ഈ നിസാർ കമ്മിറ്റി തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നമുണ്ടായത്. ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്ന തെറ്റാണ് ഈ സ്ഥലം വഖഫാണ് എന്ന് പറയാനുള്ള ആധാരമെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് വഖഫാണ് എന്ന് വെറുതെ പറഞ്ഞ പോലെ ശ്രീ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണോ, ഈ വഖഫ് ഭൂമിയാണെന്നാണോ അദ്ദേഹത്തിൻ്റെ നിലപാട്? അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് എന്ന് പറയുന്ന ഭൂമി അത് അള്ളാഹുവിൻ്റെ ആണ്, ദൈവത്തിൻ്റെ എന്നാണ് എൻ്റെ നിലപാട്. ഏത് ദൈവമാണ് പാവപ്പെട്ടവരെ ഇറക്കി വിട്ടിട്ട് ആ ഭൂമി സ്വന്തമാക്കാൻ നിൽക്കുന്നത്? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് ഈ പാവപ്പെട്ട മുനമ്പത്തെ ആളുകളുടെ ജീവൽ പ്രശ്നമാണ്, അവരുടെ സ്വന്തം സ്ഥലമാണ്, അവരുടെ ആധാരമുള്ള സ്ഥലമാണ്. ആ സ്ഥലം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്ന് ഇവിടുത്തെ പ്രശസ്തനായ ജഡ്ജി ബഹുമാനപ്പെട്ട കമൽ പാഷ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞിട്ടുണ്ട്. അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അവർക്ക് ശരീഅത്ത് നിയമം അറിയാത്തവരല്ല, അവർക്ക് ഈ വഖഫിൻ്റെ നിയമങ്ങളുടെ നൂലാമാലകൾ അറിയാത്തവരല്ല, അവരത് പഠിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇത് മുനമ്പത്തെ ജനത്തിൻ്റെ അവകാശത്തിൻ്റെ വിഷയമാണ്. ഇത് ആരുടെയും ഔദാര്യമല്ല, ഒരൗദാര്യത്തിന് വേണ്ടി അല്ല അവർ ചോദിക്കുന്നത്. ഈ കുടിയിറക്ക് എന്ന വാക്ക് തന്നെ തെറ്റാണ്. കുടിയിറക്ക് എന്ന് പറയുന്നത് ആരെങ്കിലും കുടിയേറിയതാണ് കുടിയിറക്കുന്നത്, അതല്ല. ഇത് അവരുടെ അവകാശപ്പെട്ട സ്ഥലമാണ്. അഭ്യുന്നനായ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരൊറ്റ മനുഷ്യനെയും കുടിയിറക്കാനോ അല്ലെങ്കിൽ ഇറക്കി വിടാനോ അനുവദിക്കുകയില്ല. കാരണം ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവകാശമാണ്. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉള്ളത്, മറ്റു മതവിഭാഗക്കാരുമുണ്ട്. ഈ ഒരു മനുഷ്യനെയും അവിടുന്ന് ഇറക്കി വിടാൻ അവരെ സ്നേഹിക്കുന്ന ഒരാൾ സമ്മതിക്കുകയല്ല. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരംശം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കുടുംബത്തെയും ഇറക്കി വിടാൻ അനുവദിക്കുകയല്ല. അതിൻ്റെ പ്രഖ്യാപിത നയം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ജനത്തിൻ്റെ അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വത്താണ്, അവർ തീരെഴുതി വാങ്ങിയ സ്വത്താണ്. വഖഫിൻ്റെ സ്വത്ത് ഒരു കാരണവശാലും അങ്ങനെ വിൽക്കാൻ പറ്റിയാലും നമുക്കറിയാം. 1950 രേഖകൾ കൃത്യമായിട്ട് പഠിക്കണം. ബഹുമാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരത് പഠിച്ച് പറഞ്ഞതിനാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെറുതെ വഖഫിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ, ശ്രീ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞത് കേട്ടപ്പോഴെനിക്ക് തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം ഈ മുഹമ്മദ് സേട്ടുവിന് ആരാണ് കൊടുത്തത്? പാട്ടത്തിന് കൊടുത്ത സ്ഥലമാണ്. രാജാവ്, തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത സ്ഥലം എങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായി എന്ന് അന്വേഷിക്കുക. അതിനുശേഷം വേണം ഇത് വഖഫിൻ്റെ ആണോ അല്ലേ എന്ന് സംശയിക്കാൻ. ഈ വഖഫിൻ്റെ നിയമങ്ങൾ വന്നത് 1954 1950 കൊടുത്തൊരു ഡീഡ് എങ്ങനെയാണ് വഖഫ് നിയമത്തിന് ബാധകമാകുന്നത്? ഇതൊക്കെ ഒത്തിരിയേറെ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളോട് ആരും ഔദാര്യം കാണിക്കണ്ട. അവരുടെ അവകാശമാണെന്ന് അംഗീകരിച്ചാൽ മതി. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. കത്തോലിക്ക കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് സമുദായ സ്പർദ്ധയുടെ വിഷയമല്ല, ഒരു കൂട്ടം ആളുകളുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഈ നാട്ടിലെ സാധാരണ പൗരന്മാരെ ഏത് നിയമത്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. ശരി, എന്തായാലും ഈ പറഞ്ഞ പാട്ടത്തിന് ശേഷം ആധാരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭിന്നത വരുന്നുവെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ UDF-ലും മുസ്ലിം ലീഗിലും ഭിന്നത ഉണ്ടായെന്നുള്ള കാര്യം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. അല്ല, ഭിന്നതയുണ്ട്, രണ്ടഭിപ്രായമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ശ്രീ VR അനൂപ്, നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണെന്നും സെൻസിറ്റീവായ വിഷയമാണെന്നും ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പഞ്ച് ഡയലോഗ് പറയാൻ പറ്റുന്ന വിഷയമേ അല്ല. അതാദ്യം UDF നേതാക്കൾ മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ എന്ന ഒന്നാമത്തെ പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ, രണ്ട് വിഭാഗം സമസ്തകളും ചേർന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏതാണ്ട് 80% വരും. ബാക്കിയേ ഉള്ളൂ മറ്റ് സംഘടനകളൊക്കെ. അവരുടെ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ എന്താണ് ഈ വിഷയത്തിലെ അവരുടെ നിലപാട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളവരാണ്. മുസ്ലിം ലീഗിനാണ് അവ്യക്തത ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു വിഷയത്തിൽ എല്ലാ സെന്റിമെന്റ്സും കണക്കിലെടുത്ത് അനുരഞ്ജനം എന്ന ഒരു കാര്യത്തിലേക്ക്, അവിടെ താമസിക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന ഒരൊറ്റ അജണ്ടയിൽ അനുരഞ്ജനം എന്ന പോസിബിലിറ്റിയിലേക്ക് എത്താനിരിക്കെ ഇത് വഖഫല്ല, ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചെടുത്താണല്ലോ ഈ പ്രശ്നം ഉണ്ടായതും ഒരു വൈകാരിക പ്രതികരണം ഇപ്പോൾ ലീഗിൽ നിന്നടക്കം ഉണ്ടാവുന്നതും. ഇവിടെ സംസാരിച്ച എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം.
അവിടെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകൾ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്ന് ഇവിടെ സംസാരിക്കുന്ന, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളും അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകൾ യോജിക്കുന്ന ഒരു പൊതു കാര്യമാണല്ലോ. ഇവിടെ മുനമ്പത്തെ പ്രശ്നത്തെയും വഖഫ് ബില്ലിനെയും രണ്ടായി കാണണം. മുനമ്പത്തെ സംബന്ധിച്ച് മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും കൈക്കൊള്ളുന്നൊരു നിലപാടെന്ന് പറയുന്നത് അവിടെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ച ആളുകളുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് ഈ പറയുന്ന അവരുടെ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശം വേണമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പോൾ ഇവിടെയുള്ള ചില സാങ്കേതികമായ ലീഗൽ പ്രശ്നങ്ങളെ ഈ സന്ദർഭത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു മതപണ്ഡിതനല്ല. 2, തർക്കത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പിരിറ്റ് ഈ ചർച്ച നടത്തുന്ന തഹങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളണമെന്നാണ്. ഇത് ചർച്ചയ്ക്ക് ഇവിടെ തർക്കിച്ച് ജയിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആരാണ് തർക്കം ഉണ്ടാക്കിയത്? അപ്പോ മാധ്യമങ്ങളോ മറ്റോ ആണോ? ആരാണ് തർക്കം ഉണ്ടാക്കിയത്? ഇവിടെ ഇപ്പോ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ ഉള്ള ഒരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബാക്കി കാര്യങ്ങൾ വഖഫ് രജിസ്റ്ററിലേക്ക് ചേർത്തതടക്കം. അപ്പോൾ ഒരു പുനഃപരിശോധനയാണ് നടക്കുന്നത്. ഒരു പുനഃപരിശോധന നടക്കുന്നു. ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം കേൾക്കും. അതനുസരിച്ച് ഒരു തീരുമാനം വരാനിരിക്കെ പൊളിറ്റിക്കൽ പോയിന്റ്സ് അവിടെ സ്കോർ ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അനവധാനത ഈ വിഷയത്തിൽ ഉണ്ടായാലുള്ള പ്രശ്നം ഗുരുതരമാണ് എന്ന്. അല്ല, താങ്കൾ പരിശോധിക്കേണ്ട കാര്യം എന്താ? ഈ വിഷയത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുക്കുന്നത്. ഈ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കണം, സർവകക്ഷി യോഗം നടത്തണമെന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ ഓരോ ദിവസവും വൈകുന്തോറും ഉണ്ടാകുന്ന വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഈ പ്രശ്നം ഈ പറയുന്ന മുനമ്പത്തെ ആളുകൾക്ക് അവിടെ താമസിക്കണമെന്നും അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നും അല്ലല്ലോ ഇതിലിടപെടുന്ന പലരുടെയും ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ വളരെ തുടക്കം മുതൽ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി നിലയുറപ്പിച്ച ചില ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അഭിലാഷിനെ മാതൃഭൂമി അഭിനന്ദിക്കുകയാണ്, ആ വിഭാഗത്തെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇവിടെ വളരെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ മുനമ്പത്തിലെ ഭൂമി, മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതിലുപരി ഈ വിഷയത്തെ ആകമാനം കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനെതിരെ തിരിച്ചുവിടുക, വഖഫിനെതിരെ വലിയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സംസാരിക്കുക, വഖഫ് ബില്ല് എന്ന് പറയുന്നത് പുതിയ വഖഫ് ബിൽ പാസ്സാക്കലാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ഇങ്ങനെ നിരന്തരമായി നടക്കുന്ന ചില പരിശ്രമങ്ങളില്ലേ. ഇവിടെ തുടക്കത്തിൽ വസീഫിന് VD സതീശനെ വിമർശിക്കാം, മുസ്ലിം ലീഗിനെ വിമർശിക്കാം, പക്ഷേ ഈ സന്ദർഭം ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ള ഈ സർക്കാർ ഇതിൽ കാണിച്ച അലംഭാവമില്ലേ, സർക്കാർ ഇതിൽ കാണിച്ച വൈകിപ്പിക്കലില്ലേ, ഇവിടെ സംഘപരിവാറിനടക്കം സ്കോർ ചെയ്യാൻ അവസരം കൊടുക്കാൻ സർക്കാരിൻ്റെ കാലതാമസമില്ലേ, ഇത് വളരെ ഒരു നിമിഷം പോലും വൈകാതെ വളരെ പെട്ടെന്ന് ഇത് പരിഹരിക്കപ്പെടണമെന്നാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നൊരു പാർട്ടിയല്ലേ ഞങ്ങൾ. ഹൈബി ഈഡൻ്റെ കോലം കത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുഴുവൻ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും മറ്റുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ വരുന്നു. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താ, ഈ രാജ്യത്ത് വഖഫ് നിയമം ഭേദഗതി ചെയ്യരുത് എന്ന് നിലപാടെടുത്ത, അതിൽ കൃത്യമായി മുന്നോട്ട് പോവുകയും അതിൽ മുസ്ലിം പ്രീണനം നടത്തുകയും ചെയ്യുന്ന പാർട്ടി എന്ന് ഞങ്ങളെ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ആക്ഷേപിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇടതുപക്ഷത്തിന് ഉൾപ്പെടെയുള്ളൊരു ദുഷ്ടലാക്കുണ്ട്. അത് വഖഫുമായി ബന്ധപ്പെട്ടതല്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറയായിട്ടുള്ള 2 ജനവിഭാഗങ്ങളെ പരസ്പരം തല്ലിച്ച് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവരായതുകൊണ്ട് വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കുഞ്ഞാലിക്കുട്ടി, അമീറും ഈ പറയുന്ന ഹസനും കൂടിയാണ് ഭരണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനസാമാന്യത്തിന് മുമ്പിൽ കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുമെന്ന് ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ പ്രസംഗിച്ചതിൻ്റെ പരിണിത ഫലം അവർ നടത്തിയ പ്രചരണങ്ങളാണ് പിന്നീട് കാസയും സംഘപരിവാർ ഏറ്റെടുക്കുന്നത്. ഇവിടെ ഈ അച്ഛൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അഡ്രസ് ചെയ്യണം എന്നുള്ള നിലപാടാണ്. അദ്ദേഹം ക്രൈസ്തവികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് പരിഹരിക്കണം, എഫക്റ്റഡായ കക്ഷികളോട് ആ രീതിയിൽ സംസാരിക്കണം എന്ന നിലപാട്. പക്ഷേ ഇവിടെ മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ശബരിമലയെ കുറിച്ച് പറഞ്ഞത്. അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഞാൻ ശബരിമലയെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ, ശബരിമലയെ കുറിച്ച് വഖഫ് ഭൂമി ആകുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുക്കാത്തൊരു ഗവൺമെന്റ്, വസീഫിന്റെ ഗവൺമെന്റ്, ശബരിമല മുസ്ലിങ്ങൾ കീഴടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വയനാട് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ഒരു കേസ് ചാർജ് ചെയ്യാൻ പറ്റാത്ത ഗവൺമെന്റാ.
ഇവിടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചാൽ സാധാരണക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഗവൺമെന്റ് വളരെ വിഷലിപ്തമായൊരു പ്രചരണം, ഇവിടുത്തെ മതേതര മനസ്സിനെ മലീമസമാക്കിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുക്കി പറയാം, മുൻപത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം, പക്ഷെ അതൊരു മുസ്ലിം വിരുദ്ധമായ പൊതുബോധം ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തരുതെന്നുള്ള സുചിന്തിതമായ നിലപാടാണ് ഞങ്ങളുടേത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ വസീഫ് 1-2 പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പൊതു ചർച്ചയിലും തീരുമാനമെടുക്കാൻ പറ്റുന്ന, കൺക്ലൂഷനിലെത്താൻ പറ്റുന്ന വിഷയമല്ല. നിയമപരമായി പരിശോധിച്ച് നിയമപരമായ കൺക്ലൂഷനിലെത്തേണ്ട വിഷയമാണ് മുൻപത്തെ ഭൂമിയുടെ സ്റ്റാറ്റസ്. ഇവിടെ ഇപ്പോ ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ താൽക്കാലിക പ്രശ്നപരിഹാരം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, കാരണം ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് അതിലിനി ആക്ഷൻ ഉണ്ടാവുന്നത് വരെ വേറെ ആക്ഷൻ നടക്കാനില്ലാത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് അവർക്കിടയിലുള്ള സ്കോറുകൾ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കുമോ? അഭിലാഷേ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ സംസാരം നിങ്ങൾ കേട്ടില്ലേ? അതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്താണ് ദുഷ്ടലാക്ക്, സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ. എന്താ ഈ സ്കോർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചവർ? ഞങ്ങൾക്ക് പിന്തുണ തരുന്ന 2 വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്നു. ഇവരുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ്, എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം. അതിനെന്തും പറയും, അവിടെ പറയും, ഇവിടെ മാറ്റി പറയും. അങ്ങനെയുള്ളൊരു നിലപാടാണ്. ഇങ്ങനെ കോൺഗ്രസ് പോകാൻ പാടുണ്ടോ? എന്തൊരു വൃത്തികേടാ ഇദ്ദേഹം പറയുന്നത്, പരസ്പരം തല്ലിക്കുന്നു എന്ന്. ആരാ ഇവിടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് എന്താ ഈ വിഷയം വന്ന മുതൽ കൃത്യമായി പറഞ്ഞത്? നമുക്ക് പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. അല്ല, ഒറ്റ മിനിറ്റ്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. വളരെ മാന്യമായി പലരും ഉള്ളൊരു ചർച്ചയാണ്. ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല. ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല. കാരണം ഇത് അത്രയധികം പാനലിസ്റ്റുകളുള്ള ഒരു ചർച്ച ആയതുകൊണ്ടാണ്. നിങ്ങളെക്കാളൊക്കെ അല്പം ഒച്ചയിൽ ഞാനും പറയും. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഒരു വേദിയല്ല ഇത്. ദയവ് ഇത് മിണ്ടാതിരിക്കുക. ഇവിടെ നിങ്ങളുടെ സതീശനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവധാനതയും ഇല്ലാതെ, ഒരു പക്വതയും ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ആദ്യം പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, പിന്നെ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല. എന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങളുടെ താല്പര്യമാണ് ചിലരെ സംരക്ഷിച്ചു നിർത്തണം, ഇത് കണ്ണിൽ പൊടിയിടണം, ഇതാണ് താൽക്കാലികമായി നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടു പോകണം. അവിടെ നിങ്ങളെ സഹായിക്കാൻ മുസ്ലിം ലീഗ് വരികയാണ്. അതാ ഇവിടെ മുഹമ്മദ് അലി കിനാലൂർ വളരെ കൃത്യമായ ഒരു സംശയം മുന്നോട്ട് വെച്ചത്. കാരണം എന്താ, ഇവിടെ റിസോർട്ട് ഉടമകൾ ഉണ്ട് ഈ ഭൂമിയിൽ, റിസോർട്ട് മുതലാളിമാരുണ്ട് ഈ ഭൂമിയിൽ, ഇവിടെ പലരുമുണ്ട്. ഇതൊരു വിൽപ്പന നടന്നതാണോ എന്ന സംശയം ഇവിടെ ഉണ്ട് പൊതുമണ്ഡലത്തിൽ. അങ്ങനെ വിൽപ്പന നടന്ന, അതായത് എങ്ങനെ വിൽപ്പന നടന്നു, കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി, ആ സംശയവുമുണ്ട്. അവിടെ റിയൽ എസ്റ്റേറ്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആർക്കും തർക്കമില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇതിൽ പലരെയും സംരക്ഷിക്കേണ്ടതുണ്ട്. വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് ഇങ്ങനെയാണോ പ്രതികരിക്കുക? അല്ലല്ലോ. മുസ്ലിം ലീഗിന്റെ KPA മജീദിന്റെ സബ്മിഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലേ? ഈ സാഹചര്യത്തിലൊന്നും ഇവര് എന്ത് ചെയ്യുന്നില്ല, സാധാരണ രീതിയിലൊരു പ്രതികരണം ഇല്ല. ഏതെങ്കിലും ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറി ആണോ വി.ഡി. സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ എറണാകുളത്ത് നിന്ന് പറഞ്ഞത് എങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്? അവരെല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ കയറി ഇവിടെ ആകെ അങ്ങ് ബഹളമാക്കും. ഇപ്പൊ അവർക്ക് സംയമനത്തിന്റെ പാതയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞൊരു മുസ്ലിം സമുദായത്തിന്റെ ആകെ നേതൃത്വമാകാനൊക്കെ ഉള്ള ഒരു വല്ലാത്ത വ്യഗ്രതയാണ്. എവിടെയാകാനാ? ഇവർ ഈ സമസ്തയെ തന്നെ പിടക്കി വിടുന്ന സാഹചര്യം ആർക്ക് വേണ്ടി? പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അവരുടെ നാവായി മാറുന്ന മുസ്ലിം ലീഗിനെതിരെ വലിയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിലുണ്ട്. ആ അഭിപ്രായ വ്യത്യാസവും എല്ലാം കൂടി ഇവർക്ക് അങ്ങ് സെറ്റിൽ ചെയ്ത് പോകണം. അതിന് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇവിടെയും തൊടാതെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. ഒരു സംഘടനയും ഒരു വിഭാഗവും ആരും തമ്മിൽ തല്ലരുത്. ഇപ്പൊ ഇവർ പറയുന്നുണ്ട് വലിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കി, കേസ് ഇറക്കില്ല, എടുത്തില്ല എന്നൊക്കെ. നമുക്ക് അനുഭവമുണ്ട്, മാറാടുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആ മാറാടുണ്ടായപ്പോ 2003 അവിടെ വന്ന് പ്രസംഗിച്ച തൊഗാഡിയുണ്ട് നമ്മുടെ മുമ്പിൽ. അതിനുശേഷം 2014 നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും കേസ് പിൻവലിച്ചു. രമേശ് ചെന്നിത്തലമാർ ആർക്കെതിരെയുള്ള, RSSനെതിരെയുള്ള ഈ വിഭാഗീയമായി ധ്രുവീകരണത്തിന് വേണ്ടി പ്രസംഗിച്ചവർക്കെതിരെ കേസ് പിൻവലിച്ചത്. അങ്ങനെ എത്രയോ അനുഭവമുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലുള്ള ഇടപെടലുകളാണ്. നിങ്ങളുടെ സതീശന് നിങ്ങളൊരു ഉപദേശം കൊടുക്കണം. അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വം ഇവരെയൊക്കെ പിന്തുണക്കുന്നവരുണ്ടല്ലോ, ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി അങ്ങ് പിന്നാലെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ മുസ്ലിം ലീഗിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നായിരിക്കും പൊതുവെ കരുതുന്നത്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കിതിനകത്ത് ഈ മുഹമ്മദ് അലി കിനാലൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം കൂടുതൽ വരുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു ഡീല് നടന്നിട്ടുണ്ടോ എന്ന്. കാരണം ഈ മുസ്ലിം ലീഗാണ് ഒരു ഭാഗത്തുള്ളത്, മറുഭാഗത്തുള്ളത് വി ഡി സതീശനാണ്. ആ ഡീല് മറച്ചു വെക്കാനുള്ള ഒരു പുകമറകൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൂടി എല്ലാം ഈ കൃത്യമായുള്ള അന്വേഷണവും ഈ കൃത്യമായുള്ള വിലയിരുത്തലും വരുമ്പോൾ പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഇവിടെ നമ്മുടെ നിയമപരമായ പ്രശ്നമുണ്ട്. നിയമപരമായ പ്രശ്നത്തിനപ്പുറത്ത് സാമൂഹികമായ പ്രശ്നം കൂടി അഭിസംബോധന ചെയ്യണമല്ലോ. രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് കേവല രാഷ്ട്രീയ പ്രശ്നം, കക്ഷി രാഷ്ട്രീയ പ്രശ്നം അല്ലതാനും. ഇപ്പോൾ നോക്കൂ, UDF എന്ന് പറയുന്ന മുന്നണി, മുസ്ലിം ലീഗ് അതിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൽ വലിയൊരു പങ്കിനെ ഒരു തരത്തിൽ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ നോക്കിയാൽ മാത്രമല്ല മറ്റ് സംഘടനകളുടെ പിന്തുണയും കൂടി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയൊരു വിഭാഗം, കൂടിയ വിഭാഗം പിന്തുണയ്ക്കുന്ന മുന്നണിയാണ് UDF മുന്നണി. അപ്പോൾ ആ UDF മുന്നണിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സമവായത്തിൻ്റെതായ നിലപാടല്ലേ എടുക്കാൻ പറ്റുകയുള്ളൂ. മറുവശത്തെ ലത്തീൻ കത്തോലിക്ക വിഭാഗവും അവരുടെ വോട്ട് ബേസ് ആണ്. എറണാകുളം നമുക്കറിയാം, മലപ്പുറം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെങ്കിൽ എറണാകുളം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഈ രണ്ട് സാമൂഹ്യ വിഭാഗങ്ങളും ഒരേപോലെ UDFന്റെ ശക്തി സ്രോതസ്സുകളായി നിലകൊള്ളുകയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗവും മറ്റ് മലബാറിൽ മുസ്ലിം ജനവിഭാഗവും. അപ്പോൾ ഈ വിഷയത്തിനകത്ത് സമവായം ഉണ്ടാക്കുക, ഇക്കാര്യത്തിലൊരു വളരെ എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് UDFന്റെ ഒരു പൊതു സമീപനമായി വരിക എന്നുള്ളതല്ലേ ഉത്തമമായ സാമൂഹ്യ താല്പര്യം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി സാദിഖ് അലി തങ്ങളൊരു നിലപാടെടുത്താൽ, കുഞ്ഞാലിക്കുട്ടി ഒരു നിലപാടെടുത്താൽ, പിന്നെ അക്കാര്യത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് കേവലം 400 ഏക്കർ ഭൂമിയുടെ വിഷയമാണോ? അതിനപ്പുറത്ത് നമ്മൾ സംസ്ഥാനമായി നിൽക്കുന്ന 3.5 കോടി ജനങ്ങളുടെ വിഷയമല്ലേ? ആ നിലയ്ക്ക് നോക്കിയാൽ ഇവിടെ സാമൂഹ്യ സൗഹാർദ്ദം ഉണ്ടാവുക, നല്ല അന്തരീക്ഷം തുടരുക എന്നുള്ളതല്ലേ അജണ്ട ആവേണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ഒക്കെ ഒരു നിലപാടെടുത്താൽ അത് മറ്റ് സംഘടനകൾ അംഗീകരിച്ചു പോവുക എന്നുള്ളതല്ലേ നല്ല ഒരു കീഴ്വഴക്കമായി വരിക. സമവായം വേണം, ശരിയാണ്. സാമൂഹികമായ സന്തുലിതത്വം നിലനിൽക്കേണ്ടതുണ്ട്. ആരെങ്കിലും കുടിയിറക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഭീതികൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് യാഥാർത്ഥ്യം പറയാതിരിക്കുന്നത്? അത് വഖഫ് ഭൂമിയാണ് എന്നത് തെളിയിക്കപ്പെട്ടതാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ സാമൂഹിക നീതിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നോക്കൂ, നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 23 സ്ഥലങ്ങളിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പം ഭൂമിയാണ്. നമ്മൾ മുനമ്പത്ത് ഈ സാമൂഹിക നീതിയും സാമൂഹിക പ്രശ്നമൊക്കെ മുന്നിൽ വെച്ച് അത് വഖഫല്ല എന്ന് വിധി പറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് 22 കേന്ദ്രങ്ങളിലും ഇതേ വിധി ബാധകമാവില്ലേ? എത്രയേറെ സ്വത്തുക്കൾ നഷ്ടപ്പെടേണ്ടി വരും. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സംഘടനകൾക്കും, ഞാൻ പറയുന്നത് ക്രൈസ്തവ സഭകൾക്കും ഹൈന്ദവ സമുദായത്തിലുള്ള SNDP ആവട്ടെ, NSS ആവട്ടെ, ഇവർക്കൊക്കെ സർക്കാർ കാലങ്ങളായി ഭൂമി നൽകാറുണ്ട്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ അത്തരം ഭൂമി നൽകുന്നതിനെ ഞാൻ വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്. തീർച്ചയായും സാമൂഹിക മുന്നേറ്റത്തിന് അത് ശക്തി പകരുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. മുസ്ലിം സമുദായം ഇങ്ങനെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന സർക്കാരിൽ നിന്ന് ഭൂമി കൈപ്പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്? അത് ഈ വഖഫ് സ്വത്തുക്കൾ കൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. ആ വഖഫ് സ്വത്തിൽ മുനമ്പത്തെ ഭൂമി സ്വാഭാവികമായും വഖഫല്ല എന്ന് പറയുമ്പോൾ ബാക്കി 22 കേന്ദ്രങ്ങളിലും ഇതേ വാദം ഉന്നയിക്കപ്പെടില്ലേ? നോക്കൂ, കേരളത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇനി ഈ സാമൂഹിക മാധ്യമങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ആർക്കാണ് ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയാത്തത്? ആർക്കും കഴിയും. ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടാൽ, ഒരു വാട്സപ്പിൽ കുറിപ്പിട്ടാൽ ഏത് വിഷയത്തെയും വർഗീയവൽക്കരിക്കാൻ കഴിയും. ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് സാമൂഹികമായ പ്രശ്നമുണ്ടാക്കും, മതങ്ങൾക്കിടയിൽ തർക്കമായി മാറും എന്ന ഭീതി കൊണ്ട് ഒരു സമുദായത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എല്ലാ അവകാശം ഉണ്ടായിരിക്കെ തന്നെ അത് ആരെങ്കിലും അതിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഉന്നയിക്കുന്ന ചോദ്യം. നോക്കൂ, ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും അവർ പണം കൊടുത്ത് വാങ്ങിയതാണ്. എല്ലാവരും പണം കൊടുത്ത് വാങ്ങിയെന്നുള്ളതല്ല, പണം കൊടുത്ത് വാങ്ങിയവരുണ്ട്. ആ പണം കൊടുത്ത് വാങ്ങിയവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ന്യായത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നിയമം
നിയമം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താണ്? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്. ബഹുമാനായ പിതാവ് ഫാദർ ഇവിടെ ഉണ്ടല്ലോ, ഫാദറിൻ്റെ കീഴിലുള്ള ഒരു ഭൂമി, ആ 50 ഏക്കറോ 100 ഏക്കറോ ഉള്ള ഒരു ഭൂമിയിൽ ഒരാൾക്ക് അത് കൈകാര്യത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ആ കൈകാര്യത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം അന്യായമായ വഴികളിലൂടെ ഈ ഭൂമി മൂന്നാമതൊരാൾക്ക് വിട്ടുകൊടുത്താൽ ഫാദർ ഉൾപ്പെടുന്ന സഭയുടെ നിലപാടെന്തായിരിക്കും? ഫാദറിൻ്റെ നിലപാടെന്തായിരിക്കും? ആ ഭൂമിയിൽ അവരെ കയ്യേറിക്കൊള്ളട്ടെ എന്നതാണോ, അതല്ല രാജ്യത്തെ നിയമം കൊണ്ട് അതിന് പ്രതിരോധിക്കണമെന്നാണോ? ഇത് സാമുദായിക പ്രശ്നമൊന്നുമല്ല, അതിർത്തി സ്വത്ത് തർക്കമാണ്. നിയമം കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കപ്പെടേണ്ടത്. ആ നിയമം നടപ്പാക്കട്ടെ. നിയമം നടപ്പാവുന്നവരെ എല്ലാവരും സാവകാശം എടുക്കൂ. എന്തിനാണ് നമ്മൾ ഈ തർക്കിക്കുന്നത്? ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അവർക്ക് വസീഫാകട്ടെ അനൂപാകട്ടെ ഇവരെല്ലാവരും രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ്. ഇവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. ഈ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും ഒന്ന് മൗനം പാലിക്കൂ. ജുഡീഷ്യൽ റിപ്പോർട്ട് വരട്ടെ, അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ പോകാവുന്ന അവസരം ഉണ്ടല്ലോ. തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പിരിഞ്ഞു പോകാമല്ലോ. എന്തിനാണ് നമ്മൾ ഈ തർക്കങ്ങളൊക്കെ കൂടുന്നത് എന്നാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. ശരി, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇപ്പോൾ ഈ വിഷയം അവിടുത്തെ നാട്ടുകാരുടെ, അവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ പ്രതിഷേധമായാണ് രംഗത്ത് വന്നത്. അതിനുശേഷം ഒരുപാട് നേതാക്കൾ, ജനപ്രതിനിധികൾ ഒക്കെ അവിടേക്ക് സമരപന്തലിലേക്ക് വരികയും അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായും അവിടെ നീതി നടപ്പാക്കപ്പെടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. അപ്പോൾ അത് ആ നിലയ്ക്ക് നിയമത്തിൻ്റെ വഴിയിൽ ഇപ്പോൾ ഒരു കമ്മീഷൻ്റെ പരിശോധനയുണ്ട്. ഗവൺമെൻറ് അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ നൽകിയിട്ടുള്ള ഉറപ്പുണ്ട്. അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ കരണീയം. ഇത് അവരെ വിശ്വസിച്ച് പോവുക എന്നതിനേക്കാൾ ഉപരി ഈ മുനമ്പത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. അവരുടെ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ പോയി കണ്ട ആ വീടുകളിലൊക്കെ പോയതാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റ് മതസ്ഥരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു വിഷയമാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പാടില്ല. ഗവൺമെൻറ് സത്വരമായ നടപടിയെടുത്ത് ഇതിന് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. പിന്നെ ശ്രീ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 50 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യുന്നത്? ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുടെ സ്ഥലമല്ല ആരും എൻക്രോച്ച് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറയുന്നത്. ഇത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വഖഫ് ചെയ്ത സ്വത്തിനെ നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. അതുകൊണ്ട് ഇത് വഖഫ് ബോർഡിൻ്റെ സ്വത്തല്ല. അത് എത്രയോ പണ്ഡിതന്മാർ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അത് വളരെ കൃത്യമായിട്ട് കണക്കുകൾ ഉദ്ധരിച്ച് അതിൻ്റെ ഓരോ വാക്യങ്ങൾ വിശദീകരിച്ച് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ജഡ്ജി കമൽ പാഷ അത് പറഞ്ഞാണ്. അവരൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരുടെ ഒരു പള്ളിയുടെ സ്ഥലം കൊണ്ടുപോകുന്ന വിഷയമല്ല ഇത്. ഇത് രണ്ടും നമ്മൾ തിരിച്ചു കാണണം. ഇത് വർഗീയമാക്കി മാറ്റുന്നവർക്കാണ് അങ്ങനെ കൊണ്ടുപോയി ചേരുന്നത്. ഇപ്പം ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു സ്ഥലത്തിൻ്റെ വിഷയമല്ല ഇത്. ഇത് വഖഫിൻ്റെ വിഷയമാണ്. വഖഫ് ബോർഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. അതുമായിട്ട് മുസ്ലിം മതത്തെ ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ് സംവിധാനമാണ്. അതിനാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ മുൻപത്തെ ആളുകളുടെ സ്ഥലം എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. അത് കൃത്യമായിട്ട് ഇതിനോടകം തെളിയിക്കപ്പെട്ടത്, അതിന് രേഖകളുമുണ്ട്. ആ രേഖകൾ വെച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ഈ വഖഫ് ചെയ്യുന്നതിനുള്ള കൃത്യമായ കണ്ടീഷനുകൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്കറിയാം. ഇവിടെ നമ്മൾ വൈകാരികമായ നിലപാടുകളല്ല സ്വീകരിക്കേണ്ടത്. കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കി അത് പറയുകയാണ് ചെയ്യേണ്ടത്. മുനമ്പൻ ജനതയുടെ സ്ഥലം അവരുടെ സ്ഥലം തന്നെയാണ്. അവർ കയ്യേറിയ സ്ഥലമല്ലത്. അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഇനി തെറ്റ് ചെയ്തിട്ടുള്ളത് വഖഫ് ബോർഡാണെങ്കിൽ വഖഫ് ബോർഡിനെയാണ് ശിക്ഷിക്കേണ്ടത്, അല്ലാതെ ഈ പാവപ്പെട്ട ജനതയല്ല. മുനമ്പത്തെ ജനതയെ ഒരു കാരണവശാലും അവിടുന്ന് ഇറക്കി വിടാൻ ഞങ്ങളാരും സമ്മതിക്കല്ല. കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അവർക്ക് വേണ്ടി ഞങ്ങളൊക്കെ നിലകൊള്ളും. കാരണം ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇത് ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല, ഇവിടെയുള്ള അനേകം മതത്തിൽപ്പെട്ട നേതാക്കൾ അവിടെ വന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ വരെ അവിടെ വന്നത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഈ വർഗീയവൽക്കരിക്കാൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗിൽ തന്നെ ഈ ഭിന്നത വരുന്നതിന് വ്യക്തമായ നിക്ഷിപ്തമായ താല്പര്യങ്ങളും അജണ്ടകളും ഉണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അവരുടെ സമന്വിതരായ നേതാക്കന്മാർ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ പറഞ്ഞത്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, അവരൊക്കെ പറഞ്ഞതിന് എതിരായിട്ട് ചിലർ തീവ്രവാദപരമായ നിലപാടുകൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സുകാർ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. അത് എവിടെയും വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. അവരുടെ കൂടെ
അവസാന ശ്വാസം വരെ ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ആ ജനത്തെ അവിടെ ഇറക്കി വിടാൻ ആർക്കെങ്കിലും സാധിക്കൂ. ഒരു 30 സെക്കൻഡ് അവസാന മിനിറ്റ് ആണ്. ഇവിടെ വസീഫ് പറഞ്ഞതിലൊരു വളരെ അപകടകരമായ ഒരു പോയിന്റ് ഉണ്ട്. മുസ്ലിം ലീഗിനെ റിയൽ എസ്റ്റേറ്റ് പാർട്ടി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത വ്യത്യസ്ത അഭിപ്രായമുള്ള ഫാദർ പോലും പറയാത്തൊരു ആരോപണം നടത്തുകയാണ്. സംഘപരിവാറിന്റെ ലാൻഡ് ജിഹാദ് എന്ന് പറയുന്ന ആരോപണത്തിന്റെ വേറെ അപകടകരമായ വേർഷനാണ് ഡിവൈഎഫ്ഐയുടെ നേതാവ് പറയുന്നത്. അദ്ദേഹം തിരുത്തണം, ഈ ചർച്ചയിൽ തന്നെ തിരുത്തണം. മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് വിമർശനം. മുഹമ്മദ് അലിയാണ് ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാമർശം നടത്തിയത്. അത് അദ്ദേഹം ഏറ്റുപിടിച്ചതാണെന്ന് തോന്നുന്നു. ഒരു പാർട്ടിയെ ആകെ റിയൽ എസ്റ്റേറ്റ് എന്ന് വിളിക്കാമോ അതോ എന്തർത്ഥത്തിലാണ് ശ്രീ മുഹമ്മദ് അലി അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശ്രീ മുഹമ്മദ് അലി, അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ഉണ്ട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു റിയൽ എസ്റ്റേറ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നത് ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടോ അതിന്റെ പേരിലാണ് ഈ തർക്കം രൂപപ്പെട്ടു വരുന്നത് എന്ന സംശയം ഉന്നയിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് പാർട്ടി എന്ന് വിളിക്കുകയല്ലേ ചെയ്തത്. ഓക്കെ വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ സമയം അവസാനിച്ചതുകൊണ്ടാണ് ഇടവേള.